അടുത്ത് നോക്കിയത് സ്വാതി കണ്ടു. പാല് കുടിച്ചുകൊണ്ട് കിടക്കുന്ന കിച്ചുവിനെ തുണിൻ്റെ വശത്ത് കൂടി രക്തം ഒഴുകിയിറങ്ങുന്നു. അച്ഛാ, ഏട്ടാ, അവൾ ഉറക്കെ അലറി വിളിച്ചു. പൂമുഖത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനും മുറ്റത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാഹുലും പരിഭ്രമിച്ച് കൊണ്ട് അകത്തേക്കോടി. അവരവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. സ്വാതി ബോധമില്ലാതെ കസേരയിൽ കുഞ്ഞു ഒന്നും അറിയാതെ പാല് കുടിക്കുന്നു. മോളെ മോളെ സ്വാതി എന്നുള്ള വിളി കേട്ട് ആണ് അവൾ ഉണർന്നത്. വീട്ടിലല്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഞാൻ എവിടെയാണ് രാഹുൽ? എന്നോടാണ് ചോദിക്കുന്നത്. ഞാൻ എവിടെയാണ്? രാഹുലിൻ്റെ കയ്യിൽ പിടിച്ചു. പേടിക്കണ്ട, ഒന്നുമില്ല, നമ്മൾ ഹോസ്പിറ്റലിലാണ്. നീ വിളിച്ചത് കേട്ട് ഞാനും അച്ഛനും വന്നപ്പോൾ നീ ബോധമില്ലാതിരുന്നു. രാഹുൽ അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മോനെവിടെ എന്ന് ചോദിച്ചതും അവൾ ചുറ്റും നോക്കി. അവൻ തൻ്റെ അടുത്ത് സുഖമായി കിടന്നുറങ്ങുന്നു. അപ്പോൾ താൻ കണ്ടത് അവൾ ചിന്തിച്ചു. എന്താണ് നിനക്ക് പറ്റിയത് എന്നുള്ള രാഹുലിൻ്റെ ചോദ്യം അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തി. അച്ഛൻ എവിടെ? അവൾ ചോദിച്ചു തീരും മുമ്പ് രാഹുൽ